സമയം ഇപ്പോൾ രാവിലെ 8:30 മണിയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4ലാണ്. തിരുവനന്തപുരം നിസാമുദ്ദീൻ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. കാശ്മീർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീരീസ് 1 ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. കാശ്മീരിലേക്ക് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ഡ്രീമാണ് കാശ്മീർ ഒന്ന് കാണുക എന്നുള്ളത്. അങ്ങനെ ഈ ഒരു വർഷം അതും സാധിച്ചു. അപ്പോൾ നമ്മൾ ട്രെയിൻ വഴിയാണ് കാശ്മീരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു നമ്മുടെ സ്ലീപ്പർ ടിക്കറ്റ്. ഒരാഴ്ച മുൻപാണ് ടിക്കറ്റൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. തലേ ദിവസം 13 വരെ എത്തി വെയിറ്റിംഗ് ലിസ്റ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കൺഫേം ആയില്ല. അങ്ങനെ രാവിലെ നേരത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ജനറൽ ടിക്കറ്റ് എടുത്തു. 2 പേർക്ക് 1230 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രണ്ടാഴ്ച മുൻപാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് കൺഫേം ആയില്ല. പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നല്ല ബെർത്താണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സിറ്റിംഗ് ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ട്രെയിനിൽ കയറിയ പാടെ തന്നെ ഞാൻ വാഷ്റൂമൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം 2 ദിവസം നമുക്ക് ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ആളും കുറവാണ്. കണ്ടമാന സീറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് നോക്കണ്ട, ഇതൊരു മംഗലാപുരം ഗോവയൊക്കെ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ഫുള്ളാവും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയുന്നത് വേണം. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായി. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടും അടുത്ത സ്റ്റേഷനിൽ നിന്നൊക്കെ തൽക്കാലം വഴി ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഒരു ചാൻസും ഇല്ല. TTR കണ്ട് കൺവേർട്ട് ആക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ TTRൻ്റെ അടുത്ത് കാലും കൈയൊക്കെ പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടും സീറ്റ് അവൈലബിലിറ്റി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ മംഗലാപുരമൊക്കെ കഴിഞ്ഞു, നമ്മുടെ നീലേശ്വരം കഴിഞ്ഞു. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മെയിനായിട്ട് നോക്കേണ്ടത് 2 ദിവസം ട്രെയിനകത്ത് ഫുഡാണ്. ആ കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര ടെൻഷൻ. ഞങ്ങൾ ചൂസ് ചെയ്തത് റെയിൽവേ ആപ്പാണ്. ഓൺലൈൻ വഴി നമ്മൾ ഫുഡൊക്കെ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ നിന്ന് ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ്. ട്രെയിനിൽ നിന്ന് നമ്മൾ ഒരു ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ. ഡൽഹി യാത്രയിൽ മാക്സിമം ഒഴിവാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ ഉള്ളിലെ ഭക്ഷണമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ നമുക്ക് ആരോഗ്യമൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ചു വരണമെങ്കിൽ ട്രെയിൻ ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ബാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അരമണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി നടുവൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് റിലാക്സ് ചെയ്ത്. എന്തായാലും പുതിയ ബർത്ത് ആയതുകൊണ്ട് നീറ്റായിരുന്നു കേട്ടോ. നമുക്ക് കടന്നും ഇരുന്നൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു മഡ്ഗോവൊക്കെ എത്തുന്നത് വരെ. അപ്പോൾ അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ അതിമനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ ഡ്രീം സിറ്റി കാണാൻ വേണ്ടി പോവുകയാണ് കാശ്മീർ. ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോഴിക്കോട് ലെസ്വീൽ ഹോളിഡേയ്സ് വഴിയാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മാർഗവും കാശ്മീരിലേക്ക് പോകാം. കാശ്മീർ യാത്ര മാത്രമല്ല, നിങ്ങൾക്ക് വേൾഡിൽ ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കണമെങ്കിലും ലെസ്വീസ് ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം മധുരൈ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാത്രി സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഡെലിവറി നമുക്ക് ട്രെയിനിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5-ഒരു 3 ഒക്കെ മാർക്ക് കൊടുക്കാം. ട്രെയിനിലെ ഫുഡ് അത്രയും ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ കുറച്ച് ഓവർ റേറ്റും ആയിരുന്നു. 300-350 രൂപയൊക്കെയാണ് ഒരു ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, താലി മീൽസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ. അങ്ങനെ രാത്രിയിലത്തെ ഫുഡും ഉച്ചക്കിലത്തെ ഫുഡൊക്കെ നമ്മൾ ട്രെയിൻ ആപ്പ് വഴി ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം 2 ദിവസം നമ്മൾ ഈ ട്രെയിനകത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വയറിന് പണി കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. നാട്ടിലെ ഫുഡും ഒക്കെ ഇനിയിപ്പോൾ ഒരു 14 ദിവസം, ഒരു 15 ദിവസത്തേക്ക് മിസ്സാവും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം രാത്രിയിലെ വൈബൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ആസ്വദിച്ച് പോവുക കേട്ടോ. നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ പകുതിയോളം മലയാളീസ് ആയിരുന്നു. ഒരു മംഗലാപുരം ഗോവ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും പകുതി പേരൊക്കെ ഇറങ്ങിപ്പോയി. കുറേ പേര് ഗോവയിലേക്കുള്ള ട്രാവലേഴ്സ് ആയിരുന്നു. അങ്ങനെ മണാലിയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെയുള്ള കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗോവ, അതുപോലെ തന്നെ മധുരൈ, പനവേൽ, രത്നഗിരി ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും കണ്ടില്ലേ കച്ചവടക്കാരൊരു ബഹളമാണ്. കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഒരു രത്നഗിരി, പനവേലി, മധുര ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും കമ്പാർട്ട്മെൻറ്റൊക്കെ ഫുള്ളായി. ഭയങ്കര കൺജസ്റ്റ്. അതിനിടയിൽ കണ്ടമാനം കച്ചവടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. എന്നാലും കുഴപ്പമില്ല, ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മളങ്ങനെ രാവിലെ 5:30 ആയപ്പോഴത്തേക്കും മധുരയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ഹോട്ടലിലെത്തി ഫ്രഷപ്പായി ഒന്ന് കിടന്നു.
നമ്മൾ അങ്ങനെ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന്റെ നിയർ ബൈ ആയിട്ട് ഞാൻ ഇന്നലെ ഓൺലൈനിൽ മേക്ക് മൈ ട്രിപ്പ് വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1340 രൂപയാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഹോട്ടലിന്റെ റേറ്റ് 2 പേർക്ക്. ഇത് ഒരു കേരള ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. കുഴപ്പമില്ല എന്ന് പറയാം. എത്ര റേറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2.5 ഒക്കെയാണ് കൊടുക്കുകയുള്ളൂ. കാരണം വൃത്തി വളരെ കുറവാണ്. പിന്നെ ഡൽഹിയിൽ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് റൂംസ് ഒന്നും അത്ര ക്ലീൻഡ് അല്ല. വാഷ്റൂം ആയാലും ബെഡ്ഷീറ്റ് ആയാലും ഒക്കെ വളരെ മോശമായിരുന്നു. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം പോലും ഇവർ കോംപ്ലിമെന്ററി തന്നിട്ടില്ല. അത്രയും എമൗണ്ട് കൊടുത്ത് എടുത്തിട്ട് AC ഒക്കെ ഉണ്ട്. AC നമ്മൾ ഓൺ ആക്കിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറെ മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഒന്ന് ഫ്രഷ് അപ്പ് ആവണം. 2 ദിവസം നമ്മൾ ഫുള്ള് ട്രെയിനിലായിരുന്നു. കുളി സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് വാഷ്റൂമിൽ പോലും പോയിട്ടില്ല കേട്ടോ. അത്രയും നമ്മളിങ്ങനെ ഒരു പക്ഷെ ട്രെയിൻ യാത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ പുതിയ ബർത്ത് ആയതുകൊണ്ട് നീറ്റ് ആയിരുന്നു. സ്ലീപ്പറിനെക്കാട്ടിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി. ബാത്റൂം ഒക്കെ നീറ്റായി. സിറ്റിംഗ് കിട്ടി നമുക്ക്. പിന്നെ നമുക്ക് ഒരു പനവേലൊക്കെ എത്തിയപ്പോഴാണ് കൂടുതൽ നോർത്തിലേക്ക് വരുന്ന ആളുകളുടെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. അപ്പൊ അതിന്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ യാത്രയൊക്കെ ഉഷാറായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നലെ രാത്രി 10:40 നമ്മൾ നിസാമുദ്ദീനിൽ വന്നിറങ്ങി. 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹോട്ടൽ കേട്ടോ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഹോട്ടൽ. കാരണം നമുക്ക് വളരെ മോശം അനുഭവം ആയതുകൊണ്ട് ഞാൻ ഈ ഹോട്ടൽ നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് വരുമ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ നമ്മളിതാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് 1-2 പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 8:40 നമുക്ക് ജമ്മുതാബിയിലേക്കുള്ള ട്രെയിന് വരുന്നത്. അതും ന്യൂഡൽഹിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ നിസാമുദ്ദീനിൽ നിന്ന് ഒരു 13-14 കിലോമീറ്റർ ഉണ്ട് ന്യൂഡൽഹിയിലേക്ക്. നമ്മൾ ഇവിടുന്ന് മെട്രോ പിടിച്ച് ന്യൂഡൽഹി പോയി ഇറങ്ങും. അവിടുന്ന് 8:40 നമ്മൾ ന്യൂഡൽഹി ടു ജമ്മുതാബി. അങ്ങനെ നമ്മുടെ കാശ്മീർ സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ കാശ്മീരിലെ എപ്പിസോഡ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. 2025 എന്റെ ആദ്യത്തെ ഒരു ഡൊമസ്റ്റിക് യാത്ര, അതും കശ്മീരിലേക്ക് അല്ലെ. നമ്മൾ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കശ്മീർ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ യാത്ര ഇവിടെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കശ്മീർ യാത്രയുടെ എല്ലാ എപ്പിസോഡും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഡൽഹിയിലെത്തിയ അവസ്ഥ പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെ റൂം എടുത്തത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താട്ടോ. 1350 രൂപയാണ്. ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. എന്തായാലും റൂം വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ രാവിലെ എണീറ്റ് നല്ലപോലെ ഒന്ന് ഫ്രഷപ്പായി. 2 ദിവസമായി കുളിച്ചിട്ടൊക്കെ. അങ്ങനെ നമ്മൾ നേരെ ജമാ മസ്ജിദിൻ്റെ അങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് നല്ല ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ വന്നപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച ഒരു ഹോട്ടലുണ്ട്. നല്ലതായി തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിക്കുക. പിന്നെ നമുക്ക് ജാക്കറ്റും ഗ്ലൗസും അതുപോലെ ഷോർട്സ്, ജീന്, ഷൂ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഉണ്ട്. അങ്ങനെ ജമാ മസ്ജിദിൻ്റെ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഊബർ വിളിച്ചിട്ടുണ്ട്. ഊബർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡൽഹിയിൽ വരുമ്പോൾ മാക്സിമം ഊബർ കണക്ട് ചെയ്യുകയാണ് കുറച്ചുകൂടെ നല്ലത്. ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പറയുന്ന റേറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഹിന്ദിയിൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ബാർഗെയിനിങ് എന്താണെന്നുള്ളത് ശരിക്കും പഠിച്ചു കേട്ടോ. ഡൽഹി കാശ്മീർ ട്രിപ്പിൽ എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്ത് മേടിക്കുക എന്നുള്ളത് ശരിക്കും പഠിച്ചു. അങ്ങനെ നമ്മൾ ഖുറൈഷി കബാബിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി അവിടുന്ന് ഒരു കബാബൊക്കെ അടിച്ച് തൊട്ടടുത്തൊരു ബിരിയാണി സെൻറ്റർ ഉണ്ട്. അവിടുന്ന് ബിരിയാണി കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കാശ്മീരിലേക്കും മണാലിയിലേക്കൊക്കെ പോകുന്നത്. അവരൊക്കെ ജസ്റ്റ് പരിചയപ്പെട്ടു. അവരൊക്കെ നമ്മൾ പോകുന്ന ട്രെയിനിൽ തന്നെയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെയാണ് വൈകുന്നേരത്ത് 5:30 നമ്മുടെ ട്രെയിന്. അത് ന്യൂഡൽഹിയിൽ നിന്നാണ്. ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ ജമ്മുതാബിയിലേക്കാണ്. ജമ്മുതാബിയിൽ രാവിലെ 5:30 മണിക്കാണ് എത്തുക. ജമ്മുതാബിയിലേക്ക് പോകുന്ന ട്രെയിന് ഓൾറെഡി കൺഫേം ആണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, പക്ഷേ കൺഫേം ആയി. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഷെയർ ടാക്സി വിളിച്ചിട്ടാണ് ശ്രീനഗറിലേക്ക് പോകുന്നത്. ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗൈഡ് ഉണ്ടാവും, വണ്ടി ഉണ്ടാവും. അവിടെ താമസവും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രാവൽ കമ്പനി, നമ്മുടെ ഹോളിഡേയ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജമാ മസ്ജിദിൻ്റെ അവിടെ കുറേ നേരം വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി ജാക്കറ്റൊക്കെ നോക്കി. പക്ഷേ ഇവിടുന്ന് നല്ല ജാക്കറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഊബർ കണക്ട് ചെയ്ത് നേരെ സരോജിനി മാർക്കറ്റിൽ
പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ജാക്കറ്റും ഗ്ലൗസും സോക്സൊക്കെ പർച്ചേസ് ചെയ്യണം. കാശ്മീരിലേക്ക് പോകുമല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കാശ്മീരിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് തന്നെ ഇതൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കാശ്മീർ ശ്രീനഗറിൽ ചെന്നതിനാൽ അവിടെ ഒരു സൺഡേ മാർക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റിൽ ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നല്ല ജാക്കറ്റ് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം കേട്ടോ. അപ്പോൾ ജമാ മസ്ജിദിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ്. പോത്തിൻ്റെ ലിവറൊക്കെ കണ്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് കഴിക്കാൻ തോന്നുന്നത് അറിയില്ല. ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് ഈ പരിസരമൊക്കെ കേട്ടോ. ഇവിടുന്ന് ആളുകൾ ഈ പോത്തിൻ്റെ ലിവറൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. മലയാളികളല്ല കേട്ടോ, എന്തായാലും ഒക്കെ ഹിന്ദിക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ആ ഒരു മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളങ്ങനെ ഇതേ സരോജിനി മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നപ്പോൾ മിസ്സായിട്ടുള്ള ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് മാർക്കറ്റാണിത്. അടിപൊളിയായിരുന്നു കേട്ടോ. ജാക്കറ്റൊക്കെ 800, 900, 1200 പറഞ്ഞ് ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് 500 രൂപ 450 രൂപയ്ക്കൊക്കെ ഇവിടുന്ന് ജാക്കറ്റ് മേടിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു പേഴ്സും മേടിച്ചു. 600 രൂപ പറഞ്ഞ പേഴ്സ് ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ബാർഗെയിൻ ചെയ്യണം. ഇവന്മാർ പറയുന്ന റേറ്റ് എന്തായാലും കൊടുക്കരുത്. നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് മേടിക്കുക. നമ്മളിപ്പം ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലാണുള്ളത്. ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാർക്കറ്റാണ്. നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഷൂ എടുത്തിട്ടുണ്ട്, ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, ഷർട്ട് എടുത്തിട്ടുണ്ട്. പർച്ചേസ് ഇറങ്ങിയതാ ആണോ? നമുക്കിൻ്റെ അടുത്ത റൂം എടുത്തു ഇന്ന് നൈറ്റ് मैडम परफ्यूम दे दो, परफ्यूम 1000 बस। നമ്മളങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് നമ്മൾ 600 രൂപ കൊടുത്തിട്ട് 2 വൈറ്റ് ഷർട്ടും മേടിച്ചു ഫുൾ സ്ലീവിൽ. പിന്നെ 2 ജാക്കറ്റ് മേടിച്ച്. ഞാനിട്ടിരിക്കുന്ന ആ ഒരു ബ്ലൂ ഷർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റിൽ നിന്ന് 1200 രൂപയ്ക്ക് മേടിച്ചാണ്. അതേപോലത്തെ ടീഷർട്ടൊക്കെ ഇവിടെ 400 രൂപ 300 രൂപയ്ക്ക് കിട്ടും കേട്ടോ. പക്ഷേ ക്വാളിറ്റി വൈസ് വ്യത്യസ്തം ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിരിക്കും. ക്വാളിറ്റി രണ്ട് ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഇവിടുന്ന് മേടിക്കുന്നതൊക്കെ ചിലപ്പോൾ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും സരോജിനി മാർക്കറ്റ് നിങ്ങൾ മസ്റ്റ് വിസിറ്റാണ്. വിസിറ്റ് ചെയ്യാത്ത ആളുകൾ എന്തായാലും വന്ന് നോക്കുക. ഡൽഹിയിൽ വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ പർച്ചേസ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ വന്ന സമയത്ത് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ. ഡൽഹിയിൽ വരുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സരോജിനി മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സരോജിനി മാർക്കറ്റിൽ എന്നാൽ 1000 രൂപയ്ക്ക് ഇത്രയധികം നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഷൂ ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, സോക്സ് ഉണ്ട്, ഷർട്ട് ഉണ്ട്, ജീനുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. പക്ഷേ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് മൊത്തത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ വന്നിട്ട് കാശ്മീരിലേക്കുള്ള സാധനങ്ങളാണ്. ജാക്കറ്റ്, ഷൂ എടുത്തിട്ടുണ്ട്, സോക്സ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വെറും 1000 രൂപയൊക്കെ നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തു അല്ലേ? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇനി കാശ്മീർ പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരും. ഡൽഹിയിലെ സരോജിനി മാർക്കറ്റാണ് കേട്ടോ. അടിപൊളി. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. എന്തായാലും അടിപൊളി. ഇതാണ് സരോജിനി മാർക്കറ്റിൻ്റെ ഒരു എൻട്രൻസ് കിട്ടും. അപ്പോൾ ഇന്നലെ നമ്മൾ പുലർച്ചെ 5:30 മണിക്ക് നിസാമുദ്ദീനിൽ വന്ന് അവിടെ ഓൺലൈൻ വഴി മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം എടുത്തത്. റൂമിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അവിടുന്ന് നമ്മളൊരു 12 മണി വരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാർക്കറ്റിലൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുക. പർച്ചേസും ഉണ്ട്. ജാക്കറ്റ് കമ്പൽസറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പർച്ചേസും നടന്നു. ഒരു ഡേ ഫുള്ളായിട്ട് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനും പറ്റി. നാളെ രാത്രി 11:30ക്കാണ് നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ജമ്മുതാബിയിലേക്ക് ട്രെയിൻ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഒഴിവായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ജാമിയ മസ്ജിദിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് കുറച്ച് സ്നാക്സും രാത്രിയിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ഇവിടുന്ന് പാർസൽ മേടിച്ചിട്ട് നേരെ റൂമിലോട്ട് കൊണ്ടുപോയി. ബിരിയാണി. പിന്നെ ഇവിടെ നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ ജൻപത്തിൽ ഒരു നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ലാസ്റ്റ് ഡേയിലാണ് ഈ സംഭവം അറിഞ്ഞത്. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, നല്ല നമ്മളെ കേരള ഭക്ഷണം കഴിക്കാം. നാടൻ ഊണും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ കഴിക്കാം. രാത്രി ചെല്ലുകയാണെങ്കിൽ രാത്രി 9-9:30 വരെ അവിടെ
ഓപ്പൺ ആണ് കേട്ടോ. കേരള റെസ്റ്റോറൻ്റ് ആണ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ടാണ്. ജൻപത്തിലാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വേണമെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡൽഹിയിലേക്കൊക്കെ ഒരാഴ്ച 10 ദിവസം അങ്ങനെയൊക്കെ ട്രിപ്പ് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ച് മടുക്കുവാണെങ്കിൽ കേരള ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ പോകട്ടോ. അങ്ങനെ ജാമ്യ മസ്ജിദിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മളിങ്ങനെ ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ട് ഇവിടുത്തെ തിക്കും നിരക്കും കണ്ടില്ലേ ഗൈസ്. ഒരാൾക്ക് കഷ്ടിച്ച് പോകാനൊരു ഗ്യാപ്പ് പോലും ഇല്ലാത്തടത്താണ് ഈ വണ്ടിയും കയറ്റിക്കൊണ്ട് ഇവന്മാർ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ കച്ചവടം, ഈ സ്നാക്സൊക്കെ കണ്ടില്ലേ, എന്തോരം പഴകിയ എണ്ണയിലാണെന്നറിയാം അവന്മാരത് കോരി എടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണിക്കാതിരിക്കാനും പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ എന്തായാലും വയറിന് പോയ്സൺ അടിക്കുന്നുള്ളത് ഒരു സംശയമില്ല. ഇതൊക്കെ കാണുമ്പോൾ അത് കുടിക്കാനും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇന്നലെ നിസാമുദ്ദീനിൽ വന്നിറങ്ങി. തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റിലാണ് ഡൽഹിയിൽ എത്തിയത്. ഇപ്പം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് 8:40 ജമ്മുതാബിയിലേക്ക് ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. 5:30 ആകുമ്പോൾ നമ്മൾ ജമ്മുതാബിയിലെത്തും. അവിടുന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പോകും. ഇതൊക്കെയാണ് പ്ലാനിങ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കാശ്മീരിലേക്ക് പോയി വരാം എന്നുള്ളതാണ് നമ്മൾ കാശ്മീർ ട്രിപ്പിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ജമ്മു രാജധാനി എക്സ്പ്രസ്സിലാണ് നമ്മൾ AC ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ജമ്മുതാബിയിലേക്ക് ന്യൂഡൽഹിയിൽ നിന്ന് കേട്ടോ. ഏകദേശം ഒരു 2,900 സംതിങ് എങ്ങാണ്ട് വരുന്നുണ്ട്. 3,000 രൂപയുടെ അടുത്താണ് 2 പേർക്ക് AC ബർത്തിന് ചാർജ് വരുന്നത്. അതിൽ ഫുഡ് ഇൻക്ലൂഡാണ്. ഡിന്നർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. പിന്നെ 8:40 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുമ്പോൾ വിചാരിച്ചത് ട്രെയിനിൽ നിന്ന് ഫുഡ് ആവാമെന്നാണ്. ഇവിടുത്തെ ഫുഡ് വലിയ ക്വാളിറ്റിയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ എന്തായാലും നമ്മളിവിടെ ന്യൂഡൽഹിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് താഴെ. അവിടുന്ന് ഒരു ചെറിയൊരു ബിരിയാണിയും അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. ഇനി സമയമുണ്ട്, 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇങ്ങനെ കൊതുവിൻ്റെ കടിയും കൊണ്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നോക്കിയ അടിപൊളിയല്ലേ. ഞങ്ങളിത് ടൈം ലാബ്സ് വെച്ചെടുത്ത ഒരു ഷോട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ അത് ഇവിടുന്ന് നമ്മളൊരു ചെറിയൊരു ചിക്കൻ ബിരിയാണി, ഒരു ബർഗറും ഒരു ലസ്സിയൊക്കെ കുടിച്ചു. ഒന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കിടക്കട്ടെ. ഇവിടെ ലഗേജൊക്കെ നമ്മൾ ഇതുവഴി കടത്തി വിട്ട് ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. കുറേ പേരൊന്നും ചെക്ക് ചെയ്യുന്നില്ല, കുറേ പേരൊക്കെ ലഗേജ് എടുത്തിട്ട് ഓടുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. രാത്രി കാശ്മീരിലേക്കും അങ്ങോട്ടൊക്കെ പോകുന്ന ആളുകൾ ഭയങ്കര റഷാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ പോക്കറ്റ്, മൊബൈൽ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യണം കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കിടക്കുമ്പോൾ ഇവിടെ ഭയങ്കര പിടിച്ചുപറിയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അങ്ങോട്ട് പോവാണ്. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. എന്തായാലും പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരത്തെ ചെന്ന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ അനൗൺസ് ചെയ്ത് ട്രെയിൻ എത്തിയിട്ടുണ്ട്. AC ബർത്താണ്. B8 ആണ്, സോറി B3 ആണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ബർത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. B3 എവിടെയാണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. गाड़ी क्रमांक 12,920 श्री माता वैष्णो देवी सेक्टर डॉक्टर ഞങ്ങളതിനെ ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കേട്ടോ. ബർത്ത് ഇതാണ്. ഫുള്ള് സീറ്റ് ഫുള്ളാണ്. എല്ലാ സീറ്റിലും ആളുണ്ട്. ഒരു മലയാളി ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുള്ളൊരു ഫാമിലി. അവരൊക്കെ പരിചയപ്പെട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒന്ന് പാട്ടൊക്കെ കേട്ട് ഒന്ന് റിലാക്സ്ഡ് ആക്കി മൈൻഡ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോഴിക്കോട് നിന്ന് ഡൽഹി, പിന്നെ ഡൽഹിയിൽ നിന്ന് ജമ്മുതാബി, ടോട്ടൽ 2 പേർക്ക് ട്രെയിൻ എക്സ്പെൻസ് വന്നത് 5,400 കേട്ടോ. 5,400 രൂപ. അതിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. നമുക്ക് റീഫണ്ട് കിട്ടും എമൗണ്ട്. നമ്മളങ്ങനെ ജമ്മുതാബിയിൽ എത്തിയിരിക്കുകയാണ്. ഷാർപ്പ് 5 o'clock തന്നെ ജമ്മുതാബിയിലെത്തി. ഇനി നമ്മളിവിടുന്ന് ഷെയർ ടാക്സി വഴിയാണ് ജമ്മുവിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് കിടക്കാം. നല്ലപോലെ ഉറങ്ങിയിട്ടോ. AC കോച്ചായിരുന്നു. ട്രെയിനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉറക്കമായതുകൊണ്ട് എവിടെയൊക്കെ സ്റ്റോപ്പാണ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോകാം.
ട്രെയിനിൽ കയറി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ ഒന്ന് ഉറങ്ങി ഒരു 6-7 മണിക്കൂർ അങ്ങനെ ഷാർപ്പ് 5:30 ആയപ്പോഴത്തേക്ക് ജമ്മുതാബി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പാണ്. ഡൽഹിയിൽ രാത്രി മോർണിംഗിലൊക്കെ നല്ല തണുപ്പായിരുന്നു, പക്ഷേ പകൽ കുറച്ച് റിലാക്സ്ഡ് ആയി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തണുപ്പ് കൂടിയിട്ടോ. അങ്ങനെ നമ്മൾ ജമ്മുതാബിയിൽ നിന്ന് സിം എടുത്തിട്ടുണ്ട്. നമ്മൾ ജമ്മുതാബിയിൽ എത്തുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സിം ഓട്ടോമാറ്റിക്കലി കട്ടാവും. പിന്നെ നിങ്ങൾ പ്രീപെയ്ഡൊക്കെ ആണെങ്കിൽ പ്രോസ്പെയ്ഡിലേക്ക് കൺവേർട്ട് ആക്കി വരികയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിം തന്നെ നാട്ടിലെ സിം തന്നെ ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ പ്രീപെയ്ഡ് സിം ആയതുകൊണ്ട് എനിക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അത് സിം കട്ടായി. ഇവിടുന്ന് വേറെ സിം എടുത്ത് 250 രൂപ കൊടുത്ത് അങ്ങനെ മൊബൈൽ റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെയർ ടാക്സി 2 പേർക്ക് 2400 രൂപ കൊടുത്തു കേട്ടോ. 3000 ഒക്കെയാണ് പറഞ്ഞത്, 2500 പറഞ്ഞു, 2000 പറഞ്ഞു. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഒരാൾക്ക് 1200, 2 പേർക്ക് 2400 രൂപ കൊടുത്ത് ഷെയർ ടാക്സി വിളിച്ച് ജമ്മുതാബിലേക്ക് പോവുകയാണ്. 7 മണിക്കൂർ നമുക്കിനി കിട്ടില്ല യാത്രയാണ്. രാത്രി ആയതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സിങ് ആവും, പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ യാത്രകളൊക്കെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 5-6 മണിയൊക്കെ ആകുമ്പം ശ്രീനഗറിലെത്തും. ശ്രീനഗറിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഗൈഡും അവിടെ വെയിറ്റിങ്ങിലാണ്. പിന്നെ നമ്മുടെ കൂടെ ഒരു കാശ്മീരി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരെ കാശ്മീരി ഭാഷയൊക്കെ കേട്ട് ഞങ്ങളുടെ ഭാഷ കേട്ട് അവരും ചിരിച്ചു, അവരുടെ ഭാഷ കേട്ട് ഞങ്ങളും ചിരിച്ചു. ഉറുദു ഭാഷയാണ് അവർ സംസാരിക്കുന്ന, ഒരു കാശ്മീരി സ്ലാഗാണ്. അങ്ങനെ നമ്മളിത് ഒരു 6-7 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് മോർണിംഗിലൊരു 5:30 ആയപ്പോഴത്തേക്കും ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്.